ഉത്തർപ്രദേശിന്റെ തലവര മാറ്റിമറിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് രാംലല്ല, രണ്ട് യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിന്റെ ഈ കൊല്ലത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ യോഗി ആദിത്യനാഥ് ആദ്യം സ്മരിക്കേണ്ടത് നിശ്ചയമായും രാമനെ തന്നെയാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് തിങ്കളാഴ്ച അവതരിപ്പിച്ച 2024-25 ബജറ്റിലുടനീളം ശ്രീരാമനെ കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. ബജറ്റിന്റെ തുടക്കത്തിലും മധ്യത്തിലും ഒടുവിലും ശ്രീരാമനെ കുറിച്ച് പരാമർശങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നതായിരുന്നു ഇന്നലത്തെ ബജറ്റ്. ഈ ബജറ്റ് ശ്രീരാമന് നീക്കിവച്ചിരിക്കുന്നുവെന്നും ഇത് പൊതുജനക്ഷേമത്തിനുള്ള ലോക് മംഗൾ ബജറ്റാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക രേഖയായി മാറുന്നതാണ് ഈ ബജറ്റെന്നും ഇത് സംസ്ഥാനത്തിന്റെ സമഗ്രവും സന്തുലിതവുമായ വികസനം ലാക്കാക്കിയുള്ളതാണ് എന്നും യോഗി ആദിത്യനാഥിന്റെ വാക്കുകൾ. ബജറ്റിൽ 7.36 ലക്ഷം കോടിയുടെ ബജറ്റ് ഭഗവാൻ ശ്രീരാമന് സമർപ്പിക്കുന്നുവെന്ന് ധനമന്ത്രി സുരേഷ് കുമാർ ഖന്ന പറഞ്ഞു. സുദീർഘമായ കയ്യടികളോടെയാണ് ഭരണപ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ അംഗങ്ങൾ സഭയിൽ ഈ പ്രഖ്യാപനത്തെ വരവേറ്റത്. അയോധ്യ, കാശി, മഥുര എന്നീ ക്ഷേത്ര പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ആത്മീയ ടൂറിസം വളർത്താനുള്ള പദ്ധതികളും ബജറ്റ് പ്രഖ്യാപിച്ചു. അന്ത്യോദയയിലൂടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു 2022-23 ബജറ്റ്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും സത്വരവുമായ വികസനമാണ് 2023-24 ലക്ഷ്യമിട്ടിരുന്നത്. 2024-25 ബജറ്റ് ശ്രീരാമ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. യോഗി ആദിത്യനാഥ് സർക്കാർ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 8ാമത്തെ ബജറ്റായിരുന്നു കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട ബജറ്റ്. അയോധ്യ ക്ഷേത്രം കൊണ്ട് ഉത്തർപ്രദേശിൽ ഈ വർഷം കിട്ടുന്ന വരുമാനം മൊത്തത്തിൽ 4 ലക്ഷം കോടി രൂപ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ശബരിമല എന്ന 5 കോടി ഭക്തരുടെ തീർത്ഥാടന കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന കേരള സർക്കാരും കമ്മ്യൂണിസ്റ്റുകളും ശരിക്കും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യം തന്നെയാണ് ഇത്. രാമക്ഷേത്രം തുറന്നതിലൂടെ എന്ത് നേടി എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് 2024 വർഷം നികുതി ഇനത്തിൽ മാത്രം ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുക 5000 കോടിയുടെ വരുമാനം എന്ന റിപ്പോർട്ട്. ക്ഷേത്രത്തിന് കിട്ടുക 2 ലക്ഷം കോടിയിലധികം വരുമാനമെന്നും കണക്കാക്കുന്നു. ഒരു വർഷം 30 ലക്ഷം സർക്കാർ ശമ്പളത്തോടെ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ദിനങ്ങളാണ് ക്ഷേത്രം നൽകുന്നത്. 10,000-ലധികം കച്ചവടക്കാർക്ക് വരുമാനം. കേന്ദ്ര സർക്കാരിനും അതേസമയത്ത് 5000-ഓളം കോടി രൂപ നികുതി ലഭിക്കുന്നു. റെയിൽവേ, വിമാനത്താവളം, വിമാന കമ്പനികൾ, ടൂറിസ്റ്റ് സർവീസുകൾ എന്നിവയ്ക്ക് കിട്ടുന്ന വരുമാനം വേറെയാണ്. അയോധ്യാവാസികൾക്ക് ലഭിക്കുന്ന വരുമാനവും കച്ചവടവും നിർമ്മാണ മേഖലയ്ക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടികളും വേറെയാണ്. അതായത് 2024 ഏറ്റവും അധികം ലക്ഷം കോടികൾ എത്തുന്ന സ്ഥലമായി അയോധ്യ മാറുകയാണ്. കേരളത്തിന്റെ മൊത്തം കടബാധ്യത നമുക്കറിയാം 4 ലക്ഷം കോടി രൂപയാണ്. ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന ഒരു വർഷത്തെ നികുതി പണമുണ്ട് എങ്കിൽ കേരളത്തിന്റെ കടബാധ്യതകൾ തീർക്കാം എന്നിരിക്കെ നാട് നന്നാകാൻ സമ്മതിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് കേരളം മുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിന്റെ ശാപമായും വിലയിരുത്തുന്നത്. ശരിക്കും കേരളം കണ്ട് പഠിക്കേണ്ട ഒരു സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. മിണ്ടിയാൽ UP-യിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ മഹാന്മാരെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ UP-യെ തന്നെ നോക്കിയിരിക്കേണ്ട സ്ഥിതിയാണ്. പക്ഷെ ഉത്തർപ്രദേശ് വികസിക്കുകയാണ്. സംസ്ഥാന ഖജനാവിലൂടെ, ടൂറിസം വികസനത്തിലൂടെ, ക്രമസമാധാന മികവിലൂടെ, തൊഴിൽ മേഖലയിലൂടെ, സംരംഭകരിലൂടെ ഒക്കെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു ചെറിയ സംസ്ഥാനമായി മാറുകയാണ് ഉത്തർപ്രദേശ്. സാമ്പത്തിക സ്ഥിതിയിലൂടെ ഒക്കെ വളരുന്ന ഉത്തർപ്രദേശ് ഒരു വലിയ പാഠമാണ് കേരളത്തിന് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും. അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കുമെന്നൊരു US റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പ്രതിവർഷം 5 കോടി ഭക്തർ അയോധ്യയിൽ എത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയായ ജെഫ്രിസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ട്. അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പറഞ്ഞു വരുന്നത് അയോധ്യയുടെ സമഗ്ര വികസനം, അയോധ്യയുടെ ക്രമസമാധാന പാലനം, അതുപോലെ ഉത്തർപ്രദേശിന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള വികസനം, ഇതെല്ലാം അവിടെ പ്രാപ്തമാകുന്നത്, അവിടെ നടപ്പിൽ വരുത്തുന്നത് ഉത്തർപ്രദേശ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ മികവ് തന്നെയാണ്. അതായത് യോഗി ആദിത്യനാഥിന്റെ മികവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യോഗി ആദിത്യനാഥും രാംലല്ലയും ചേർന്ന ഉത്തർപ്രദേശ് വളരെ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.